അനേകരുടെ ചിരകാല സ്വപ്നം പൂവണിയുന്നു. ചെറുവത്തൂർ മടക്കരയിലെ ഫിഷിംഗ് ഹാർബറിന്റെ നവീകരണത്തിനായി നബാർഡ് 61,92 ലക്ഷം രൂപ അനുവദിച്ചു. മണ്ഡലം MLA സന്ദീപ് വാര്യർ വാർത്താക്കുറിപ്പിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyanad, also at Kannur, Irati and Pattambi. കാസർഗോഡ് ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളുടെയും തീരദേശവാസികളുടെയും ചിരകാല സ്വപ്നം ഒടുവിൽ യാഥാർത്ഥ്യത്തിലേക്ക്. ചെറുവത്തൂർ മടക്കരയിലെ ഫിഷിംഗ് ഹാർബറിന്റെ നവീകരണത്തിനായി നബാർഡ് 61,92 ലക്ഷം രൂപ അനുവദിച്ചു. ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതിക്കായി ഈ വൻതുക വകയിരുത്തിയിരിക്കുന്നത്. തൃക്കരിപ്പൂർ മണ്ഡലത്തിന്റെ സമഗ്രമായ വികസനത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും വലിയ കുതിപ്പേകുന്നതാണ് ഈ പദ്ധതിയെന്ന് മണ്ഡലം MLA സന്ദീപ് വാര്യർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഹാർബർ നവീകരണത്തിനായി സർക്കാർ തലത്തിൽ നടത്തിയ നിരന്തരമായ ഇടപെടലുകളുടെയും കൃത്യമായ ഫോളോ അപ്പുകളുടെയും ഫലമായാണ് പദ്ധതിക്ക് ഇപ്പോൾ അംഗീകാരം ലഭ്യമായിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഹാർബറിന്റെ നവീകരണം പൂർത്തിയാകുന്നതോടെ മത്സ്യബന്ധന മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുകയും കൂടുതൽ വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും സുരക്ഷിതമായി നങ്കൂരമിടാനും സാധിക്കും. ഇത് ഈ മേഖലയിലെ ആയിരക്കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനമാർഗം കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനോടൊപ്പം തന്നെ നാടിന്റെ വ്യാപാര സാമ്പത്തിക മേഖലകൾക്ക് ഉണർവ് നൽകുകയും ചെയ്യും. പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി തന്നെ ആരംഭിച്ച് ഉടൻ പൂർത്തിയാക്കാനുള്ള തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്നും MLA വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.